ഏറ്റവും പ്രധാനപ്പെട്ട CCTV ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ മെമ്മറി കാർഡ് കാണാതായി എന്ന് പറയുന്നത് ആരുടെ കുറ്റമാണ്? ഞങ്ങളാണ് സാർ. ഞങ്ങൾ തന്നെ സാർ. ആ ബസ്സിനകത്ത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അറിയാനും തങ്ങളുടെ ഭാഗത്തുള്ള തെറ്റ് മറയ്ക്കാനും വേണ്ടി അത് അവിടെ നിന്ന് മാറ്റിയതാണോ? ഈ ഡ്രൈവർ തന്നെ നേരിട്ട് മാറ്റിയതാണോ? ആഞ്ജനേയ സ്വാമി എന്ന കാര്യം ഉൾപ്പെടെ അന്വേഷിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ല, ഡ്രൈവർ എങ്ങനെ മാറ്റാൻ കഴിയും? കാരണം ഡ്രൈവറിനെ ആ രാത്രി പോലീസ് കൊണ്ടുപോയതാണ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഡ്രൈവറിനെ ആ രാത്രി ഇറക്കി പോലീസ് കൊണ്ടുപോയതാണ്. പിന്നെ എങ്ങനെയാണ് ഡ്രൈവറിന് അതിന് സാധ്യമാവുക? അല്ല, അതൊരു അസ്വാഭാവികതയില്ലേ ശരത്? അതൊരു അസ്വാഭാവികതയില്ല. കാര്യം അവിടെ 4 KSRTC ബസ്സുകളിൽ ഈ പറയുന്ന സംവിധാനമുണ്ട്. സൂക്ഷ്മം ഈ ബസ്സിൽ മാത്രമുള്ള മെമ്മറി കാർഡ് കാണാതാവും. പടച്ചവനെ, തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. ആ യദു ലഹരി ഉപയോഗിച്ചു എന്ന് മേയർ പറഞ്ഞു. അന്വേഷണത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടില്ല. ആ വണ്ടിയെ ചേസ് ചെയ്തിട്ടില്ല. ആ വണ്ടി എന്താണ് റെഡ് സിഗ്നൽ എത്തിയപ്പോഴേക്ക് പാർക്ക് ചെയ്തിറങ്ങി എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, വട്ടം വിട്ടു. ആ സീബ്രാനിൽ നിൽക്കുന്ന CCTV ദൃശ്യങ്ങൾ വരുമ്പോൾ ആ വാദവും പൊളിയുന്നു. സഹിക്കാൻ പറ്റണ്ടേ? ഞാനൊക്കെ മാറി കരയില്ല. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. അങ്ങനെ വാദങ്ങൾ ഓരോന്നായി പൊളിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നത് അതിനിർണായകമായി വ്യക്തമാകുന്ന ആ CCTV ദൃശ്യങ്ങൾ കാണാനില്ല എന്ന വാർത്ത കൂടി വരുന്നത്. സംശയിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് ശരത്ത്? ഇനി രക്ഷയില്ല. ബിരിയാണി പോലും ദഹിച്ചു. അപ്പൊ നമ്മളിത് കണ്ടപ്പോ നിങ്ങളുമായി ഷെയർ ചെയ്ത് മാത്രം. അപ്പോ വീണ്ടും നല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ.